ഒരു നമ്പർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. നമ്പർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയാണ്. എന്തു വേണമെങ്കിലും വരാം, എന്തു വേണമെങ്കിലും വരാതിരിക്കാം. ഈ പ്രശ്നത്തിനും അത് തന്നെയാണ്. 2 മണിക്ക് പ്രശ്നം വെച്ചാൽ കിട്ടുന്ന ആൻസർ അല്ല തൊട്ടപ്പുറത്ത് വേറൊരാൾ 2 മണിക്ക് പ്രശ്നം വെച്ചാൽ. ഇയാൾ പ്രശ്നം വെക്കുമ്പോൾ ആൻസർ അല്ല അയാൾ പ്രശ്നം വെച്ചാൽ. കാരണം കയ്യിൽ കിട്ടുന്ന കബഡിയുടെ എണ്ണം വ്യത്യാസമുണ്ട്, അതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും. 2 വ്യത്യാസം. 2 മണിക്ക് ഒരാൾ വെച്ച പ്രശ്നം ആയിരിക്കില്ല അയാൾ തന്നെ 2:10 വെച്ചാൽ. ഇതൊന്നും ഒരു പ്രത്യേക രീതിക്ക് വേണ്ടി പറയല്ല, വ്യത്യാസമുണ്ട് എന്നറിയിക്കാനാണ്. അതിനെ പ്രശ്നത്തിലേക്ക് കടക്കുന്നില്ല. ഇനി നമുക്ക് തിരിച്ച് ജാതകത്തിലേക്ക് വരാം. ഈ ജാതകം എന്ന് പറയുന്നത് എന്താ ശരിക്കും? നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ഈ സെലസ്റ്റിയൽ കോൺസ്റ്റലേഷൻ എങ്ങനെ ഉണ്ടെന്ന് എഴുതലാണ് ജാതകം. അത്രയേ ഉള്ളൂ. അത് ആ ജാതകം എഴുത്ത് പ്യുവർലി സയന്റിഫിക് ആണ്. പ്രഡിക്ഷൻ പാർട്ടിലേക്ക് ഞാൻ കടന്നില്ല. എന്റെ മകൻ ആഗസ്റ്റ് 8-ാം തീയതി അഷ്ടമി രോഹിണിയുടെ അന്ന് രാവിലെ 7 മണി കഴിഞ്ഞ് 3-ാമത്തെ മിനിറ്റ് ഭൂമിയില് ശിരസ് സ്പർശിച്ചു എങ്കിൽ അതല്ല, ആ സമയം കൃത്യം അറിഞ്ഞൂടാ. അപ്പൊ കരഞ്ഞ സമയം എടുക്കാം, അതും കൃത്യം അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ പൊക്കിൾ കൊടി മുറിച്ച സമയം എടുക്കാം. അതല്ലെങ്കിൽ ശിരസ് കണ്ട 4 എണ്ണാണ് സാധിക്കുന്നത്. ഒന്നുകിൽ ഭൂസ്പർശനം, അല്ലെങ്കിൽ രോദനം, അല്ലെങ്കിൽ കടീബന്ധനം, അതല്ലെങ്കിൽ ശിരോദർശനം. ഈ 4 എണ്ണവും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഈ 4 എണ്ണത്തിനെ ആധാരമാക്കാൻ പറ്റുള്ളൂ. ജ്യോതിഷ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും 5 എണ്ണമുണ്ടെന്ന്. ഞാൻ പറഞ്ഞത് ശിരോദർശനം, ഭൂസ്പർശനം, കടീബന്ധനം, പൊക്കിൾ കൊടി മുറിക്കുന്ന, രോദനം, കരയുന്നത്. അതല്ലാതെ ഒരെണ്ണാണ് അച്ഛന്റെ ബീജം അമ്മയുടെ അണ്ടവുമായിട്ട് ചേരുന്ന സമയം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അത് വിട്ടുകളഞ്ഞേക്കാം. അതും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എഴുതേണ്ടത് അവിടെ മുതൽക്കാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ജ്യോതിഷം 100% ശരിയാണോ എന്ന് ചോദിച്ചാൽ ലോകത്തിലെ 100% ശരിയായിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താ അത്? 100% ശരിയായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. 100% ശരിയായിട്ടുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്ത്? 100% ശരിയായിട്ടുള്ളത് ഒന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കാം. പ്രഡിക്ഷൻ പാർട്ടിയില് തിരുവനന്തപുരത്തെ മീറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റുകാര് കാലവർഷം ഈ മാസം 27-ാം തീയതി തുടങ്ങുന്ന പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ കാലവർഷേ തുടങ്ങുന്നത് ജൂലൈയിലായിരിക്കും. അത് പ്രഡിക്ഷൻ പാർട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് തെറ്റിയത് എന്താണെന്ന് വെച്ചാൽ പ്രഡിക്ഷൻ എന്നതിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ പ്രഡിക്ഷൻ, പ്രവചനം തെറ്റേക്കാം, ശരിയായേക്കാം. 1983 ഇന്ത്യക്കാരിൽ 20% ജനങ്ങള് പട്ടിണി കൊണ്ട് മരിക്കുമെന്നും 20% വ്യക്തികള് അസാധാരണമായ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ട രോഗം വരുമെന്നും വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കയിലെ WWI വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രഡിക്റ്റ് ചെയ്തു. ഭാരതത്തിലെ ജനങ്ങളില് 20% വ്യക്തികള് 1983 ഉണ്ടാകാൻ പോകുന്ന ഫാമൈൻ കൊണ്ട് മരിക്കുമെന്ന് 82 അവര് പ്രഡിക്റ്റ് ചെയ്തു. എന്തായിരുന്നു സംഭവിച്ചത്? ആ ദശാബ്ദത്തിലെ ഹയസ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ 1983 ഹയസ്റ്റ് ഫുഡ് പ്രൊഡക്ഷൻ 1983 ആരും മരിച്ചുമില്ല, ആരും ചത്തുമില്ല. അപ്പൊ എന്താ അത് സംഭവിക്കാൻ കാരണം? പ്രഡിക്ഷൻ എപ്പോഴും ശരിയാവണമെന്നില്ല. അതിലെ നന്മകൾ എടുത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ പ്രഡിക്ഷൻ ചെയ്യാൻ ഒരു വ്യക്തിക്ക് ജാതകത്തില് 4 ഓപ്ഷനാണുള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം, ജാതകം 100% പെർഫെക്റ്റ് അല്ല. ചിലപ്പോ ചിലര് പറയാറുണ്ട് എൻ്റെ അടുത്ത്, സാറിന്റെ അടുത്ത് ഞാനൊരു ജാതകം തരാം. ഞാൻ ജാതകം നോക്കാൻ പോകാറില്ല. ആണോ പെണ്ണോ എന്ന് പറയോ? ആ ജാതകത്തിന്റെ ആൾ ആണോ പെണ്ണോ? അത് ഞാൻ പറയാറുണ്ട്, ഈ ജാതകം നോക്കണം എന്തിനാ? പെണ്ണിനോട് പോയി ചോദിച്ചാൽ പോരെ. ഇത് നോക്കാൻ പോണെന്തിനാ? അതിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആണോ പെണ്ണോ എന്ന് അറിയാൻ സാധിക്കും. നമുക്ക് ജാതകം ശരിയാണെന്ന് പ്രൂവ് ചെയ്യലാണോ ഉദ്ദേശം? അതല്ല അതാണോ പെണ്ണോ എന്നാണെന്ന് തെളിയിക്കലാണോ ലക്ഷ്യം? പിന്നെയും ചിലർ പറയാറുണ്ട്. ഒരിക്കൽ കുറെ രാഷ്ട്രീയക്കാരിയ്ക്കുന്നുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, സാറിന്റെ അടുത്ത് 15 ജാതകം തരാം, ഇവർ ജീവിച്ചിരിക്കുന്നവരാരൊക്കെയാണ്, മരിച്ചവരാരൊക്കെയാണ്? ഞാൻ പറഞ്ഞു, മൊബൈലുള്ള സ്ഥിതിക്ക് വിളിച്ച് ചോദിക്കാം.
അല്ലാണ്ട് ജാതകം നോക്കിയിട്ട് ഇത് അന്വേഷിക്കാൻ പോകുന്ന എന്തിനാ? അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ഏതിനെയെങ്കിലും വെല്ലുവിളിക്കാനോ ഏതിനെയെങ്കിലും നിഷേധിക്കാനോ ഏതിനെയെങ്കിലും പുച്ഛിക്കാനോ വേണ്ടിയിട്ട് ഇത് പഠിക്കാനോ ഉപയോഗിക്കാനോ ശ്രമിച്ചാൽ അതുകൊണ്ടൊരു പ്രയോജനമില്ല. ശ്രമിക്കേണ്ടത് ഏതാണ്? ചിലപ്പോൾ ഞാൻ എല്ലാ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ പറയും, ഒരു കാര്യം എന്ന് മനസ്സിലാക്കാം, 2 ചോദ്യം എല്ലാത്തിനും ആപ്ലിക്കബിൾ ആണ്. ഒന്നാമത്തെ ചോദ്യം, അത് സയന്റിഫിക് ആണോ അൺസയന്റിഫിക് ആണോ എന്ന ചോദ്യം. രണ്ടാമത്തെ ചോദ്യമുണ്ട്, യൂസ്ഫുൾ ആണോ യൂസ്ലെസ് ആണോ എന്നൊരു ചോദ്യം. അപ്പൊ സയന്റിഫിക് ആയിട്ടുള്ളതെല്ലാം യൂസ്ഫുൾ ആവണമെന്നില്ല, യൂസ്ഫുൾ ആയതെല്ലാം സയൻസ് കൊണ്ട് വിവരിക്കാൻ സാധിക്കണമെന്നോ ഇല്ല. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 3 നിറത്തിലുള്ള ഒരു തുണിക്കഷ്ണം, 3 നിറമുണ്ട്. കാവി നിറമുണ്ട്, വെളുത്ത നിറമുണ്ട്, പച്ച നിറമുണ്ട്. ഇത്ര നീളവും വീതിയും ഉണ്ട്. അതൊന്ന് ഇന്ത്യയിൽ വന്ന പബ്ലിക് റോട്ടിൽ ഒന്ന് കത്തിക്കുക, എന്താ സംഭവിക്കുക? നിങ്ങളെ പിടിച്ചകത്തിടും. ഒരു തുണിക്കഷ്ണം കത്തിച്ചാൽ എന്താ കുഴപ്പം? അല്ല, അത് ദേശീയ പതാക, അതിൽ ദേശീയ പതാക എന്ന് എഴുതിയിട്ടുണ്ടോ? ഈ 3 നിറത്തിലുള്ള ഒരു തുണിക്കഷ്ണത്തിന് എന്ത് റെസ്പെക്റ്റാ കൊടുക്കുന്നത്? സയൻസ് കൊണ്ടൊന്ന് വിവരിക്കുമോ? വിവരിക്കാൻ സാധ്യമല്ല. ആഗസ്റ്റ് 15-ാം തീയതി ഇത്രയും എമൗണ്ട് മുടക്കിയിട്ട് നമ്മൾ മിലിറ്ററിയുടെ ഒരു വലിയ ഷോ നടത്തുന്നുണ്ട്. അതെന്തിനാ നടത്തുന്നതെന്ന് സയൻസ് കൊണ്ടൊന്ന് വിവരിക്കാൻ സാധിക്കും? ദേശീയ ഗാനം ഭാരതത്തിലേത് പാടുമ്പോൾ 54 മിനിറ്റിനും 57 മിനിറ്റിനും സെക്കൻഡിനും ഇടയ്ക്ക്, 54 സെക്കൻഡിനും 57 സെക്കൻഡിനും ഇടയ്ക്ക് അത് പാടണം എന്നാണ് റൂള്. ഞാനത് പാടിയില്ല, തോന്നിയ മാതിരി പാടുകയാണ്. ആരെങ്കിലും കംപ്ലൈന്റ് ചെയ്താൽ ഒരു പാട്ട് ഞാൻ എന്റെ ഇഷ്ടം മാതിരി പാടും എന്നുള്ളതിന് നിയമപരമായിട്ട് ശിക്ഷിച്ചാൽ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഈ സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ലോകത്തില്. സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, ചാരിതാർത്ഥ്യം സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല. വാശി, പക, വിദ്വേഷം, അഹങ്കാരം, കുശുംബ, അസൂയ, കുനിഷ്ഠ, പരദുഷ്ടം, പാരവെപ്പ്, കുന്നായ്മ എല്ലാവർക്കും അറിഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇത് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. ജീവിതത്തിൽ 66% കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലുള്ളത് സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല. ഓൺലി 33 or less than 33% we can explain by science. ഒന്നുകൂടി ഞാൻ പറയാം. ഞാൻ മിനിഞ്ഞാന്ന് പൈതൃക സന്ദേശത്തിലൂടെ പറയേണ്ടായി. അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയില് ഡോക്ടർ ബി രാമമൂർത്തി ഉണ്ട്. ന്യൂറോളജിസ്റ്റോ ന്യൂറോ സർജനോ ആണ് അദ്ദേഹം. ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ എഴുതി, ക്വസ്റ്റ്യൻ ആൻസറാണ്. അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഡോക്ടർ രാമമൂർത്തിയോട് ഇതായിരുന്നു, ഇപ്പൊ നമ്മൾ പറയുന്ന പല ഇന്ത്യൻ സ്പിരിച്വാലിറ്റിയും ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ, അതൊക്കെ സൂപ്പർസ്റ്റിഷൻ അല്ലേ എന്നൊരു ചോദ്യം. അതിന് ഡോക്ടർ രാമമൂർത്തി പറഞ്ഞ ഉത്തരം, നമ്മുടെ ഇന്ത്യയിലെ പല പൈതൃക സന്ദേശങ്ങളും സ്പിരിച്വാലിറ്റിയും സയൻസ് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇനി ഒരു 25 വർഷം കൂടി സയൻസ് വളരേണ്ടിയിരിക്കുന്നു. The science will have to grow minimum 25 more years. Then only you can explain the present Indian spirituality or ancient Indian spirituality using the scientific words. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. We have started understanding that. നമ്മളത് മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഗ, വേദിക് മാത്തമാറ്റിക്സ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ്, അതേപോലെ തന്നെ ആയുർവേദ, ഇതെല്ലാം ഇന്ന് ഗവേഷണത്തിന് വിധേയമാക്കുന്നത്. അപ്പൊ കുറേ കൂടി പോയാലേ മനസ്സിലാവുള്ളൂ. തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, യഥാർത്ഥത്തില് ഈ ജാതകത്തില് 4 പാരാമീറ്റർ ഉപയോഗിച്ച് ലഗ്നം അഥവാ റൈറ്റ് അസെൻഷൻ, ഇംഗ്ലീഷിലെ റൈറ്റ് അസെൻഷൻ, അത് എഴുതി കഴിഞ്ഞ് പിന്നെ സെലസ്റ്റിയൽ ബോഡീസ് എവിടെയാണെന്ന് കറക്റ്റ് മാതൃഭൂമി കലണ്ടറിൽ ഒരു കോളുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എല്ലാ വ്യാഴം എവിടെ ഇരിക്കുന്നു, ചൊവ്വ എവിടെ ഇരിക്കുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ സ്ഫുടം കൂടി ചെയ്ത് അതിന് കൊടുത്തിരിക്കുന്ന ദിവസത്തിൽ നിന്ന് ഈ കുട്ടി ജനിച്ച ദിവസത്തിലേക്കുള്ളത് പ്യുവർലി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് രാശിചക്രം വരച്ചാൽ ജാതകത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പായി. നിങ്ങൾ ഏത് യുക്തിവാദിയാണെങ്കിലും, ലെഫ്റ്റിസ്റ്റ് ആണെങ്കിലും റൈറ്റിസ്റ്റ് ആണെങ്കിലും മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും, നിങ്ങൾ അതൊരെണ്ണം എഴുതി വെക്കണം. വേണമെങ്കിലും വേണ്ടെങ്കിലും ആ കുട്ടി ജനിച്ച കറക്റ്റ് ടൈം എടുത്ത രാശിചക്രം എഴുതി. പിന്നെ ജാതകമൊന്നും എഴുതാൻ പോകണ്ട. ആ രാശിചക്രം ഒരുപക്ഷെ ആ കുട്ടിക്ക്
പ്രയോജനപ്പെടും. ആ രാശിചക്രം നോക്കിയാൽ നമുക്ക് പറയാം ആ കുട്ടിയുടെ ഭാവി എങ്ങനെയിരിക്കും. അത് ചൊവ്വ തന്നു ശുക്രൻ തന്നു എന്നല്ല, അതില് ഓരോ ഗ്രഹത്തിനും ഓരോ കാരകത്വം കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ? കാരകത്വം. ഈ വാക്ക് ഓർമ്മിക്കാൻ പറ്റുമോ നോക്കാം. കാരകത്വം. കാരണം എന്നില്ല എണ്ണ മാറ്റിയിട്ട് കത്വം, കാരകത്വം. ഒരു പ്രത്യേക ഗ്രഹത്തിന് കുറേ കാര്യങ്ങൾ കൊടുത്തിരിക്കാം. ആരാ കൊടുത്തത്? ഋഷിവര്യന്മാര്. എന്തുകൊണ്ടാ കൊടുത്തത്? അങ്ങനെയുള്ളത് ആ ഗ്രഹത്തിന് എന്തുകൊണ്ടാ കൊടുത്തത്? ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. എന്തുകൊണ്ട് ഈ ഗ്രഹത്തിന് ഇങ്ങനെയുള്ള കാരകത്വം കൊടുത്തു എന്നുള്ളതിന് എന്താ ഉത്തരം? മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം. എന്താ ഉത്തരം? ആ